കണ്ണൂരിൽ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉച്ചഭക്ഷണം, അതായത് ഞങ്ങളുടെ ഭാഗത്തൊക്കെ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉച്ചഭക്ഷണമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അയലക്കറി, അയല പൊരിച്ചത്, പിന്നെ ക്യാബേജും ക്യാരറ്റും കൊണ്ടുള്ള ഒരു വറവ്, അതായത് തോരൻ, പിന്നെ കപ്പക്ക, അതായത് പച്ച പപ്പായ കൊണ്ടുള്ളൊരു പച്ചടി, ഇതൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അച്ചാറൊക്കെ പിന്നെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ വളരെ എളുപ്പത്തിൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനെപ്പോഴും ആദ്യം ഉണ്ടാക്കുന്നത് ചോറാണ്. അപ്പോൾ ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് റൈസ് കുക്കറിൻ്റെ ഉള്ളിലുള്ള പാത്രമാണ് ഞാനിവിടെ അടുപ്പത്ത് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പാത്രത്തിൻ്റെ ഏകദേശം 3/4 ഭാഗത്തോളം ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് അരി കഴുകിയെടുക്കാം. ഞാനിവിടെ 2 കപ്പ് കുറുവ അരിയാണ് എടുത്തിട്ടുള്ളത്. കുറുവ അരി നന്നായിട്ട് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അടുപ്പത്ത് വെച്ച വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരി മുഴുവൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചോറിൽ സാധാരണ ഉപ്പ് ചേർക്കാറില്ല. അപ്പോൾ ഉപ്പ് ചേർക്കുന്നവരാണെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അരി മുഴുവൻ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിന്ന് കുറുവരിയാണ് ചോറുണ്ടാക്കുന്നത്. കുറുവരി മട്ടരിയൊക്കെ കുറച്ചധികം വേവ് ഉണ്ടാവും. അപ്പോൾ വേവ് കൂടിയ അരിയാണ് നമ്മൾ ചോറ് വെക്കുന്നതെങ്കിൽ ഇത് തിളച്ച് കഴിഞ്ഞിട്ട് ഒരു 3-4 മിനിറ്റ് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം മാത്രം റൈസ് കുക്കറിൽ എടുത്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. വേവ് കുറഞ്ഞ സാധാരണ വെള്ള കളറിലുള്ള പുഴുങ്ങലരിയൊക്കെ ആണെങ്കിൽ, അതായത് പൊന്നിയരി, ബോധനയൊക്കെ ആണെങ്കിൽ ഒന്ന് തിളച്ച ഉടനെ തന്നെ റൈസ് കുക്കറിലേക്ക് മാറ്റുക. അത് പെട്ടെന്ന് വേവുന്നതാണ്. അതുകൊണ്ട് അടുപ്പത്ത് വെച്ച് അധികം തിളപ്പിക്കണ്ട. വേവ് കൂടി അരി മാത്രം കുറച്ചൊരു 3-4 മിനിറ്റ് വരെ അധികം തിളപ്പിച്ചിട്ട് എടുത്ത് വെക്കുക. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഈ അരി ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിത് റൈസ് കുക്കറിലേക്ക് മാറ്റുകയാണ്. റൈസ് കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിവിടെ അടച്ചു വെക്കാം. ഇതിപ്പോൾ ഒരു 45 മിനിറ്റ്, മാക്സിമം ഒരു 1 മണിക്കൂർ, ആ സമയം കൊണ്ട് നമുക്കിത് വെന്ത് കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാം. ഞാനിന്ന് അയിലയാണ് വാങ്ങിച്ചിട്ടുള്ളത്, മീൻ. അപ്പോൾ ആദ്യം നമുക്ക് മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. മീൻ മുഴുവനും ക്ലീൻ ചെയ്ത് കറിക്കുള്ളത് വേറെയും, കറിക്ക് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതുപോലെ എല്ലാ മീനും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷം കറിക്കുള്ളത് വേറെയും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വേറെയൊക്കെ ആക്കിയിട്ട് തരംതിരിക്കാം. ഫ്രൈ ചെയ്യാനുള്ള മീനിന് നിറയെ വരയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. എല്ലാ മീനും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നന്നായിട്ട് കഴുകിയെടുക്കാം. കറി വെക്കാനുള്ള മീൻ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. മുഴുവനും ഒരുമിച്ച് നന്നായിട്ട് കഴുകാം. മീൻ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീനിലേക്ക് മസാല പുരട്ടാം. ഇതിലേക്ക് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. ഞാനിവിടെ പത്തലിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുട്ടുപൊടി വേണമെങ്കിലും അല്ലെങ്കിൽ പത്തിരിപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. ഒരല്പം കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് 2-3 ടേബിൾ സ്പൂൺ വരെ വെള്ളം ചേർത്തിട്ട് ഈ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മീനിലേക്ക് നന്നായിട്ട് പിടിപ്പിച്ചു കൊടുക്കാം. മീനിലേക്ക് മസാല നന്നായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കിവിടെ അടച്ചു വെച്ചിട്ട് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യാം. മസാല ഒന്ന് നന്നായിട്ട് പിടിച്ചു വരണം. ഈ സമയം കൊണ്ട് നമുക്ക് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കപ്പക്ക, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കപ്പക്ക എന്നാണ് പറയുന്നത്, അതായത് പപ്പായ, പച്ചപ്പപ്പായ, ഇത് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് നന്നായിട്ട് കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ 2ആയിട്ട് മുറിച്ച് ഇതിൻ്റെ ഉള്ളിലുള്ള കുരു മുഴുവനും കളഞ്ഞെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കിത് ഒരല്പം വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. കാരണം ലാസ്റ്റ് നമ്മളിത് ഉടച്ചെടുക്കും. അതുകൊണ്ട് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല.
ഇത് മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പക്ക ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1.5 കപ്പ് വരെ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വെയിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 3 അല്ലെങ്കിൽ 4 വിസിൽ വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാനിത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കപ്പക്ക പച്ചടിക്കും വറവുണ്ടാക്കാനൊക്കെ തേങ്ങ ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് ഉരിച്ചതിന് ശേഷം തേങ്ങ ചിരവിയെടുക്കാം. തേങ്ങ ഇവിടെ ചിരവിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ച പ്രഷർ കുക്കറിന് 3-4 വിസിൽ വന്നിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്തിടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആവി പോയി കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മീൻ കറി ഉണ്ടാക്കാം. മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുകയാണ്. പുളി ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്, അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിക്കുന്നത്. കാരണം നല്ല ഹാർഡായിട്ടുണ്ടാകും ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. എണ്ണയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വരെ ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് സവാള ചേർക്കാം. ഒരു വലിയ സവാളയുടെ 4/1 ഭാഗമാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. സവാള അധികം ചേർത്ത് കഴിഞ്ഞാൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതൊരു സവാളയുടെ 4/1 ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ല സോഫ്റ്റായി ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്നത് വരെ വഴറ്റുക. സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത്, ഒരു പച്ചമുളക് നെടുകെ കീറിയത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഇത്രയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വേവിക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വരണം. ഒരു 5 മിനിറ്റ് സമയം മാത്രമേ എടുക്കുള്ളൂ. 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതുപോലെ വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറി വരണം. അപ്പോൾ ഒരു 2 മിനിറ്റെങ്കിലും ഇതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച പുളി പിഴിഞ്ഞ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളി ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരിപ്പയിലൂടെ, അതായത് ഒരു സ്ട്രെയിനറിലൂടെ ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ കൈ വെച്ചിട്ട് ഒഴിച്ചാലും മതി. ഞാൻ പൊതുവെ ഇങ്ങനെയാണ് ഒഴിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പുളിവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി വെള്ളം ഒഴിക്കാവൂ. ഇതിലുള്ള കട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നന്നായിട്ട് മിക്സായി വരണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വീണ്ടും 1 കപ്പ് വെള്ളം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ചേർക്കുക. ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ അടച്ചു വെക്കാം. കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ച മീൻ മുഴുവനായിട്ട് ഇതിലേക്ക് ചേർക്കുക. ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും വെളുത്തുള്ളിയുടെ. എന്നിട്ട് മീനും വെളുത്തുള്ളിയും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് വീണ്ടും തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് വറവിന് വേണ്ടിയിട്ടുള്ള ക്യാബേജും ക്യാരറ്റും കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറിയ കഷ്ണം ക്യാബേജും 1 ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്.
ഇതിലേക്ക് 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം സവാളയും കൂടി ചേർക്കാം. വറവിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ടോ എന്ന് നോക്കാം. കറി ഇവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ തീ കുറച്ച് വെച്ചിട്ട് കറി ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മൾ നേരത്തെ ഓഫ് ചെയ്തിട്ട് പ്രഷർ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. പപ്പായ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്പൂണോ മറ്റോ വെച്ചിട്ട് നന്നായിട്ട് ഇത് ഉടച്ചെടുക്കാം. മുഴുവനും നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്ത് അതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പ് വരെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. 2-3 അല്ലി ചെറിയ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വരെ തൈരും കൂടി ചേർത്തിട്ട് നമുക്കിതൊക്കെ കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പ്രഷർ കുക്കറിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം വീണ്ടും ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കുകയും ചെയ്യാം. ഈ സമയത്ത് ഇതിന് ഉപ്പ് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിവിടെ നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം മാത്രം നമുക്കിനി ഇതിലേക്ക് ബാക്കിയുള്ള തൈര് ചേർത്ത് കൊടുക്കണം. നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് വറ്റി പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ചോറിനായതുകൊണ്ട് അധികം വറ്റിച്ചെടുക്കുന്നില്ല. പത്തലിനൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി വറ്റിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ അധികം വറ്റിച്ചെടുക്കുന്നില്ല. ഈ ഒരു പാകത്തിലാണ് എടുത്തിരിക്കുന്നത്. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ റൈസ് കുക്കറിലേക്ക് വെച്ച ചോറ് വെന്തിട്ടുണ്ടാവും. ഒരു 3/4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് നോക്കാം. ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എടുത്തിട്ട് ഇതിൻ്റെ വെള്ളം കളയാൻ വേണ്ടിയിട്ട് വെക്കാം. ആദ്യം ഇതുപോലെ വെള്ളം ഒന്ന് ഊറ്റി കളയാം. അതിനുശേഷം ഇതിൻ്റെ മൂടി ഇട്ട് കൊടുക്കാം. മൂടിയിട്ടതിന് ശേഷം 2 ഭാഗത്തും ഇതുപോലെ ക്ലിപ്പ് ഇട്ടിട്ട് നമുക്കിതൊരു സോസ് പാനിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കാം. വെള്ളം മുഴുവനായിട്ട് അങ്ങ് പൊയ്ക്കോളും. ഇനി നമുക്ക് വറവുണ്ടാക്കാം. അതിനുവേണ്ടി ഒരു ചെറിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വരെ കടുക് ചേർക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരണം. കടുക് മുഴുവൻ പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും ക്യാബേജും ഒക്കെ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ചു വെക്കാം. ഇതിവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് മതിയാവും. ഈ സമയം കൊണ്ട് നമുക്ക് മീനും ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി ഒരു ഫ്രൈങ് പാനിലേക്ക് ഞാനൊരു 5-6 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയിലേക്ക് നമുക്കൊരു 4-5 പീസ് വെളുത്തുള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. 4-5 അല്ലി വെളുത്തുള്ളി. എന്നിട്ട് ഈ വെളുത്തുള്ളിയുടെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച മീൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നല്ലൊരു രുചിയും മണമൊക്കെ കിട്ടും വെളുത്തുള്ളി ഇതുപോലെ വെളിച്ചെണ്ണയിൽ ചേർത്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ ബാക്കി വരുന്ന പാത്രത്തിൽ വരുന്ന മസാല മുഴുവനും നമുക്ക് ഇതുപോലെ കൈകൊണ്ട് എടുത്തിട്ട് മീനിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് മസാല കൊണ്ട് കവർ ചെയ്തെടുക്കാം. ഈ മീനിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ. ഈ മീനിൻ്റെ മറ്റേ ഭാഗവും കൂടി നന്നായിട്ട് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് അടുപ്പത്ത് വെച്ചിരിക്കുന്ന വറവ് റെഡി ആയിട്ടുണ്ടോ നോക്കാം. ക്യാബേജും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്.
ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് തേങ്ങ ചേർത്താൽ മതി, കാരണം വെജിറ്റബിൾസ് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഒരു 1/4 കപ്പ് വരെ തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1-2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്കത് അടുപ്പത്തു നിന്ന് മാറ്റാം. നമ്മുടെ ചോറിൽ വെള്ളമൊക്കെ മുഴുവനും പോയിട്ടുണ്ട്. ഇതിൻ്റെ മൂടിയൊന്ന് തുറന്ന് വെക്കാം, ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ട്. മീനിൻ്റെ മറ്റേ വശവും കൂടി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മീൻ ഓരോന്നായിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. അരിപ്പൊടി ചേർത്തതുകൊണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾ അരിപ്പൊടി ചേർത്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കൂ മീൻ ഫ്രൈ, നല്ല ടേസ്റ്റാണ്. പാനിൽ ബാക്കിയെടുക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ ഒരു സ്പൂൺ വെച്ചിട്ട് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ അത് നല്ല ടേസ്റ്റാണ്. നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച പച്ചടി ഇവിടെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് എത്രയാണ് പുളി ആവശ്യമുള്ളത് അത്രയും തൈര് ചേർക്കാം. ചേർത്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പുളി കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഏകദേശം 1 കപ്പോളം തൈര് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. തൈര് ചേർത്തതിന് ശേഷം നമുക്ക് ഈ പച്ചടിയിലേക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തൈരും പച്ചടിയും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് കാച്ചി ഒഴിക്കണം. കാച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ കടുക് ചേർത്തിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവയും കൂടി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 3-4 ഉണക്കമുളക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. മുളക് എണ്ണയിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവണം. ആ സമയത്ത് ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് എണ്ണയിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചടിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ കപ്പക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ വിഭവങ്ങളും റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോന്നായിട്ട് വിളമ്പി തുടങ്ങാം. ആദ്യം ഒരു പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പാം. ചോറിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മുടെ വറവ്, അതായത് തോരൻ വെച്ച് കൊടുക്കാം. ഇത് ഞാൻ തലേ ദിവസം ഉണ്ടാക്കിയ നേന്ത്രപ്പഴം പുളിശ്ശേരിയാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അതും കുറച്ച് ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇന്ന് ഉണ്ടാക്കിയതല്ല. പിന്നെ കുറച്ച് അച്ചാർ വെച്ച് കൊടുക്കാം. ഈ അച്ചാർ ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മുടെ മീൻ പൊരിച്ചത് ഒരെണ്ണം വെച്ച് കൊടുക്കാം. പച്ചടി ഒരു ചെറിയ ബൗളിലേക്ക് വിളമ്പാം. മറ്റൊരു ബൗളിലേക്ക് മീൻ കറിയും കൂടി വിളമ്പാം. അങ്ങനെ നമ്മുടെ ഉച്ചഭക്ഷണം, അതായത് ലഞ്ച് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. 1 മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. വളരെ എളുപ്പമാണ്, എല്ലാം സിമ്പിൾ റെസിപ്പീസാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ കണ്ണൂർ സ്റ്റൈലിലുള്ള അയിലക്കറിയും പച്ചടിയും ഒക്കെയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.